ഹായ്, ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതായി കാണുന്ന ബൾബ് ബോർഡിൽ സ്വിച്ച് ഓണാക്കിയാലും ഓഫാക്കിയാലും ബൾബ് ഇടുമ്പോൾ ഷോക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ചു നോക്കി. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് കാണാനുള്ളത്. അതായത് 2 വേ സ്വിച്ചിൽ ഫേസും ന്യൂട്രും അടിയിലും മേലെയായിട്ട് കൊടുത്തതായി കാണാനുണ്ട്. അപ്പോൾ ഇതായി കാണുന്ന പോലെ ഇത് ഫേസ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ പോയിട്ട് ഈ സ്വിച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫേസും ന്യൂട്രും ലിങ്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ബൾബ് ഇൻഡക്ഷൻ കാരണം ഇലക്ട്രീഷ്യനോട് പറഞ്ഞപ്പോൾ അവർ ചെയ്തു പോയതാണെന്ന് അവർ പറഞ്ഞു. ഇൻഡക്ഷൻ മാറ്റാനായിട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിന് ഈ സ്വിച്ചിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വിച്ചിന് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റ് തമ്മിൽ ഷോർട്ടാവുകയും ഇതിൻ്റെ ഫേസ് നേരെ കയറിയിട്ട് ബൾബിൻ്റെ രണ്ട് സൈഡിലും ബൾബ് ബോർഡിൻ്റെ രണ്ട് സൈഡിലും കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബൾബ് ഊരിയെടുക്കുമ്പോൾ ഷോക്ക് അടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ രീതിയിൽ പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ, വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 വേ രണ്ട് സൈഡിൽ നിന്ന് 2 വേ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു പ്രവണതയാണ് ഇതിപ്പോൾ ഈ രീതിയിൽ ചെയ്തപ്പോൾ ഇവിടുത്തെ സ്വിച്ച് കംപ്ലൈൻ്റ് ആവുകയും ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ന്യൂട്രും ഫേസും തമ്മിൽ ഷോർട്ടാവുകയും ചെയ്തു. അങ്ങനെ നേരെ ബൾബിലേക്ക് ഫേസ് കയറിയിട്ട് അവിടെ ബൾബിൻ്റെ കംപ്ലൈൻ്റ് വെച്ചിട്ട് ബൾബ് മാറ്റാനായി കയറിയ വ്യക്തിക്ക് ഷോക്ക് അടിക്കുകയും ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ചെയ്യാതിരിക്കുക. ഞാൻ തൊട്ടപ്പുറത്ത് വർക്കിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു ഒരു സൈറ്റിൽ. അങ്ങനെ ഇവർ ഈ ഷോക്ക് അടിക്കേണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇവിടെ വന്ന് ഇത് നോക്കിയത്. ഇൻഡക്ഷൻ ഫ്രീ ആയിട്ടുള്ള ബൾബുകൾ ഇതിനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ ഇൻഡക്ഷൻ ഫ്രീ ഉള്ള ബൾബ് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ ഈ കത്തി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് മാറ്റി കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇതേപോലുള്ള അപകട സാധ്യതയുള്ള വയറിങ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കുറുക്ക് വഴികൾ പല അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക.